Okay. Last class പഠിച്ചത് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. That is E is equal to BLV. E is equal to BLV. അപ്പം ഈ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തത്. അവിടെ ഉണ്ടാകുന്ന EMFന്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നൽകുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്തായിരുന്നു? ഷോർട്ട് കട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, MBA ആണ് പറഞ്ഞത്. അതായത് M മോഷനെ റെപ്രസെന്റ് ചെയ്യും തം, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് BA റെപ്രസെന്റ് ചെയ്യും, A എന്നുള്ളത് കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്ത്, കറണ്ട് അല്ലെങ്കിൽ EMFന്റെ ഡയറക്ഷൻ ആണ് മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അതാണ് പറഞ്ഞത്. പിന്നെ അതിലെ ഒരു എക്സസൈസ് ആണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ജെറ്റ് പ്ലെയിൻ്റെ വിങ്സിൽ ഉണ്ടാകുന്ന EMF എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തത്. അടുത്ത ന്യൂമറിക്കൽ NCERT എക്സസൈസ് 6.4 ഒന്ന് കോപ്പി ചെയ്തരേ. A rectangular wire loop of side 8 cm and 2 cm with a small cut is moving out of a region of uniform magnetic field of magnitude 0.3 Tesla directed normal to the loop. What is the EMF developed across the cut if the velocity of the loop is 1 cm per second in a direction normal to the longer side, B shorter side of the loop? For how long does the induced voltage last in each case? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ. A rectangular wire loop of side 8 cm and 2 cm. അപ്പോൾ ഞാനൊരു റെക്ടാങ്കുലർ ലൂപ്പ് എടുക്കുകയാണ്. ഇതാണ് റെക്ടാങ്കുലർ ലൂപ്പ്. അതിൻ്റെ ലെങ്ത് 8 cm ആണ്, വിഡ്ത്ത് 2 cm ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ലൂപ്പ് L is equal to 8 cm. സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 8 × 10⁻⁻² മീറ്റർ. The width of the loop അത് B ആയിട്ട് എടുക്കാം. That is 2 cm. That is equal to 2 × 10⁻² മീറ്റർ. A rectangular wire loop of side 8 cm and 2 cm with a small cut is moving out of a region of uniform magnetic field of magnitude 0.3 Tesla. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.3 ടെസ്ല. ഇറ്റ് ഈസ് മൂവിങ്, ദിസ് കോയിൽ ഈസ് മൂവിങ് ഔട്ട് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തോട്ട് കിടക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത ഒരു റീജിയനിലേക്ക് അത് മൂവ് ചെയ്യുകയാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി ലൂപ്പ്. ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് ഇൻവേർഡ് ആയിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് പിക്ചറിൽ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ EMF ഡെവലപ്ഡ് അക്രോസ് ദി കട്ട് ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലൂപ്പ് ഈസ് 1 cm/s ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ ലോങ്ങർ സൈഡ്, ഷോർട്ടർ സൈഡ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ കോയിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ലൂപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് കേസസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോയിൽ മൂവ് ചെയ്യുന്ന രണ്ട് കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസ് കോയിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ്ങർ സൈഡ്, അതായത് 8 cm ലെങ്ത് ഉള്ള ഈ സൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും പുറത്തോട്ട് മൂവ് ചെയ്യുമ്പോഴുള്ള EMFഉം അത് എത്ര സമയത്തേക്ക് ആ EMF ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, ആ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡ്.
ഈ സൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അത് എത്ര സമയത്തേക്കായിരിക്കും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. എത്ര സമയത്തേക്കുള്ളതെന്ന് ചോദിച്ചാൽ ഇവർ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്തോട്ട് മൂവ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത റീജിയനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും മുഴുവൻ പോർഷൻസും ഈ കോയിലിൻ്റെ ഈ ലൂപ്പിൻ്റെ മുഴുവൻ പോർഷൻസും ഔട്ട് ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആയി മാറും. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് ഈ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വരുന്നത് എന്നുള്ള ആ ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എഴുതാം. ലെങ്ത് ഓഫ് ദി ലൂപ്പ് എഴുതി, വിഡ്ത്ത് ഓഫ് ദി ലൂപ്പ് എഴുതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എഴുതി, വെലോസിറ്റി ഓഫ് ദി ലൂപ്പ്. വെലോസിറ്റി ഓഫ് ദി ലൂപ്പ് പറഞ്ഞിട്ടുണ്ട് 1 cm/s. അത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.01 ഇൻറ്റു 0.01 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. when the velocity is normal to longer side. ലോങ്ങർ സൈഡിന് നോർമൽ ആയിട്ടാണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ ഡയറക്ഷൻ നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. ലെങ്ത് ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. ലോങ്ങർ സൈഡാണ് നമ്മൾ എടുക്കുന്നത്. ആ ലോങ്ങർ സൈഡ് ഫസ്റ്റ് കേസിൽ ലോങ്ങർ സൈഡ് എടുക്കുകയാണ്. ആ ലോങ്ങർ സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ലോങ്ങർ സൈഡിന്റെ വെലോസിറ്റി. ലോങ്ങർ സൈഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറിയിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ലെങ്ത് എന്ന് പറയുന്നത് ഏത് ലെങ്ത് എടുക്കണം? ഇവിടെ ലോങ്ങർ ലെങ്ത് ആണ് ഫസ്റ്റ് കേസ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ലോങ്ങർ ലെങ്ത് ആണ് ഫസ്റ്റ് കേസിൽ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 8 × 10⁻² മീറ്റർ. .3 into 8 into 10⁻² into 0.01. We will get 2.4 into 10⁻⁻4 volts. This is the induced EMF in the rectangular loop. In this rectangular loop. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത് എത്ര ടൈം ഈ ഇൻഡ്യൂസ്ഡ് EMF ഈ ലൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്താകും? ഇത്രയും ദൂരം അല്ലേ? ഇത് ഇങ്ങോട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ദൂരം, അതായത് ഈ 2 സെന്റിമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്താവും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഔട്ട്സൈഡ് വന്നു കഴിഞ്ഞാൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സെന്റിമീറ്റർ മൂവ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബേസിക് ഇക്വേഷൻ, വെലോസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ അതിൽ നിന്ന് നമുക്ക് ടൈമിന്റെ ഇക്വേഷൻ എഴുതാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പം ഇവിടെ ഏത് ഡിസ്റ്റൻസ് ആണ്, എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ടത്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ടത്. ഇത്രയും ഡിസ്റ്റൻസും ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തായി മാറും. അതുകൊണ്ട് ഈ ഷോർട്ടർ ഡിസ്റ്റൻസ് ആയ 2 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈസ് 0.01. അപ്പോൾ നമുക്ക് എത്ര ടൈം കിട്ടും? 2 സെക്കൻഡ്സ്. 2 സെക്കൻഡ്സ് നേരത്തേക്ക് മാത്രമേ ഈ കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്?
രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഷോർട്ടർ സൈഡാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് ആ കോയിൽ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തോട്ട് അത് മൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നത് ഏത് സൈഡാണ്? ഈ സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ BLV എന്ന് പറയുന്ന ഇക്വേഷനിൽ L എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസ് എടുക്കണം? ഈ 2 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. കാരണം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഈ 2 സെന്റിമീറ്റർ ലെങ്ത് മൂവ് ചെയ്യുന്നത്. അപ്പം ആ ഡിസ്റ്റൻസ് ആണ് ഈ സെക്കൻഡ് കേസിൽ നമ്മൾ എടുക്കേണ്ടത്. When the velocity is normal to the shorter side L, the value of L will be 2 centimeter, that is 2 into 10 raised to minus 2 meter. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. E is equal to BLV ആണ്. അതിൽ Lന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. Lന് 2 into 10 raised to minus 2 centimeter എന്ന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 0.6 into 10 raised to minus 4 volt. 0.6 into 10 raised to minus 4 volt. ഓക്കെ, ഇനി എത്ര ടൈമിൽ ഈ EMF അതിൽ ഇൻഡ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ പിക്ചറിൽ കോയില് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഈ കോയില് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഔട്ട് സൈഡിലോട്ടും ആകും? ഇവിടെ തൊട്ട് ഇവിടെ വരെ ലെങ്ത്. ഈ ലെങ്ത് ഇത്രയും ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയില് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ വെളിയിലായി മാറും. അപ്പം ആ ടൈമിലേക്ക് മാത്രമേ ഈ 0.6 into 10 raised to minus 4 വോൾട്ട് എന്ന് പറയുന്ന EMF അതിൽ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ 8 സെന്റിമീറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ടൈം ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലോങ്ങർ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ലോങ്ങർ ലെങ്ത് ഡിവൈഡ് ബൈ വെലോസിറ്റി. The value of longer length is 8 into 10 raised to minus 2. Velocity is 0.01 meter per second. From that we can calculate the time. The time is 8 seconds. This EMF induces in the loop only for 8 seconds. Clear ആയോ? അടുത്തിലോട്ട് പോ. Next question, that is NCERT exercise 6.7. A horizontal straight wire 10 meter long extending from east to west is falling with a speed of 5 meter per second at right angle to the horizontal component of Earth's magnetic field. 0.30 into 10 raised to minus 4 Weber per meter square. What is the instantaneous value of the EMF induced in the wire? B. What is the direction of the EMF? C. Which end of the wire is at higher electric potential? ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A horizontal straight wire 10 meter long extending from east to west is falling with a speed of 5 into 10 raised 5 meter per second at right angle to the horizontal component of Earth magnetic field. ഒരു
വയറിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്. അത് താഴേക്ക് ഫോളോ ചെയ്യാണ്. ആ വയർ ഇരിക്കുന്നത് എങ്ങനെയാണ്? വയർ ഇരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ലെങ്ത് ഇരിക്കുന്നത്. അതാണ് താഴേക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലാണ് അത് ഫോളോ ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പം ഇത് എന്തിനെയാണ് കട്ട് ചെയ്യുന്നത്? അവിടെ എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു. ഏതെങ്കിലും ഒരു പോയിന്റിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പം ഇത് ഫോളോ ചെയ്യുകയാണ്. ഒരു ഹൈറ്റിൽ നിന്നും അത് താഴേക്ക് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജെറ്റ് പ്ലെയിൻ്റെ കേസിൽ അത് എർത്തിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റെയാണ് കട്ട് ചെയ്തത്. എന്നാൽ ഇവിടെ താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ അത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റെയാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെലോസിറ്റി ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദി വയറും നൽകിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EMF, ഇൻഡ്യൂസ് ചെയ്ത EMF. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയ്ക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദ വയർ തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് HE എന്ന് എടുക്കാം. H ഹൊറിസോണ്ടലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ് HE. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് തന്നിട്ടുണ്ട്. ആ പ്ലേസിലെ 0.30 into 10⁻⁻⁴ വെബർ പെർ മീറ്റർ സ്ക്വയർ. അതിൻ്റെ ഡയറക്ഷൻ, ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സൗത്ത് ടു നോർത്ത് ആണ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവരുതും. നമ്മൾ മാഗ്നറ്റിക്സം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞേക്കാം. എർത്തിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ എർത്തിൻ്റെ സർഫസിൽ ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പസ് വെക്കുകയാണെങ്കിൽ അത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. എർത്തിൻ്റെ സർഫസിൽ ഒരു മാഗ്നറ്റോ, ഒരു ബാർ മാഗ്നറ്റോ അല്ലെങ്കിൽ ഒരു കോമ്പസ് വെക്കുകയാണെങ്കിൽ അത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. എന്തുകൊണ്ടാണ് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്? എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട്. അപ്പം എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് ഇമാജിൻ ചെയ്തത്? എർത്തിൻ്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് ഉള്ളതായിട്ട് നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിലൊരു വലിയൊരു മാഗ്നറ്റ് ഉണ്ട്. അതാണ് ഈ മാഗ്നറ്റ്. അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എവിടെയായിരിക്കും? എർത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ആ വലിയ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എവിടെയായിരിക്കും? എർത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ആയിരിക്കും ഇവിടെ, നോർത്ത് പോൾ ഇവിടെയായിരിക്കും. അതായത് നമ്മൾ പറയുന്ന ജോഗ്രഫിക് നോർത്തിൻ്റെ സൈഡിലാണ് എർത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു കോമ്പസ് നീഡിൽ വെക്കുമ്പോൾ കോമ്പസ് നീഡിലെ നോർത്തും ഈ സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കോമ്പസ് ഈ രീതിയിൽ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇവിടെയാണ്, സൗത്ത് പോൾ ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഓക്കെ, ഉള്ളിലിരിക്കുന്നത്. അപ്പം അത് പുറത്തുനിന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതാണ് സൗത്ത്, ജോഗ്രഫിക്കൽ സൗത്ത്. അപ്പോൾ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ഇവിടെ ഈ രീതിയിൽ എഴുതിയേക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഓക്കെ, അപ്പം ഇവിടെ ഒരു വയർ 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാണ് താഴേക്ക് ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് 10 മീറ്റർ ലെങ്ത് ഉള്ള വയർ.
ആ വയറിന്റെ ലെങ്ത് ഇരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അത് താഴേക്ക് ഫോളോ ചെയ്യുകയാണ്. വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റെയാണ് അത് കട്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്? സൗത്ത് ടു നോർത്ത്. അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് പെർപെൻഡിക്കുലർ ആണ് ഏത്? ഈ ലെങ്ത്. അതിന് പെർപെൻഡിക്കുലർ ആണ് എന്ത്? വെലോസിറ്റി. അപ്പം ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ വയറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? EMFന്റെ ഇക്വേഷൻ E = BLV ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് കട്ട് ചെയ്യുന്നത്? ഏത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് അത് കട്ട് ചെയ്യുന്നത്? എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് എഴുതാം. HELV എന്ന് എഴുതാം. HELV. H യുടെ വാല്യൂ എഴുതുക, L ന്റെ വാല്യൂ എഴുതുക, V യുടെ വാല്യൂ എഴുതുക. (1.5 into 10⁻³ വോൾട്ട് എന്ന് കിട്ടും. 1.5 into 10⁻³ വോൾട്ട്. ഓക്കെ. രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ഏതായിരിക്കും എന്നാണ്. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ നൽകുന്നത് ഏത് റൂളാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ പറഞ്ഞതാണ് MBA അല്ലേ? തമ്പ് മോഷന്റെ ഡയറക്ഷൻ, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ് എന്തിന്റെ ഡയറക്ഷൻ? എർത്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് എന്ത്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി നമുക്ക് ആദ്യം മോഷൻ വെലോസിറ്റി നേരെ താഴേക്ക്. അപ്പൊ നിങ്ങളുടെ തമ്പ് നേരെ താഴേക്ക് പിടിക്കാം. ഓക്കെ. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഫ്രം സൗത്ത് ടു നോർത്ത്, നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുക. അപ്പം തമ്പ് താഴേക്ക്. ഓക്കെ. പിന്നെ ഫോർ ഫിംഗർ നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷൻ വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പം ഈ പിക്ചറിലാണെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. മൂന്നാമത്തെ പാർട്ട് എന്തുവായിരുന്നു? വിച്ച് എൻഡ് ഓഫ് ദ വയർ ഈസ് അറ്റ് ദ ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ? Which end of the wire is at higher electrical potential? Okay. അപ്പം ഇതിൽ കറണ്ട് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഈ ഡയറക്ഷനാണ് ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കൂടുതൽ ഏത് എൻഡിലാണ്? വെസ്റ്റ് എൻഡിലാണോ ഈസ്റ്റ് എൻഡിലാണോ പൊട്ടൻഷ്യൽ കൂടുതൽ? ആർക്ക് പറയാം ആൻസർ?
കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ഏത് സൈഡിലാണ്? വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ? കേട്ടില്ല. എന്തുകൊണ്ടാണ് വെസ്റ്റ് എന്ന് പറഞ്ഞത്? Higher potential to low potential. Yes, current will always flow from higher potential to lower potential. Current will always flow from higher potential to lower potential. അപ്പോൾ ഇവിടെ വെസ്റ്റ് സൈഡിൽ നിന്നും ഈ സൈഡിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ മീനിങ് വെസ്റ്റ് എൻഡിലാണ് ഹയർ പൊട്ടൻഷ്യൽ, ഈസ്റ്റ് സൈഡിലാണ് ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ്. As the direction of induced EMF or current is from west to east, the west end of the wire is at higher potential. ഓക്കെ, ചിലപ്പോൾ ടഫാണോ ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ? നെക്സ്റ്റ്, ഇൻഡ്യൂസ്ഡ് EMF across the ends of a conductor rotating in a magnetic field. Induced EMF across the ends of the conductor rotating in a magnetic field. അപ്പോൾ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹിയർ കൺസിഡർ എ conducting rod OA. This is the conducting rod OA of length L. ഇതിന്റെ ലെങ്ത്, റോഡിന്റെ ലെങ്ത് L ആണ്. It is rotating about the point O with a constant angular speed omega. O എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. എന്തുമാത്രം ആംഗുലർ സ്പീഡില്? ഒമേഗ ആംഗുലർ സ്പീഡ്. ഈ ഒമേഗയ്ക്ക് നമ്മൾ 3 പേര് പറയും. ഒന്ന് ആംഗുലർ സ്പീഡ് എന്ന് പറയാം, ആംഗുലർ സ്പീഡ്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയതും ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ സ്പീഡ് തന്നെയാണ്. അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ബൈ ടി. ഓക്കെ, അതേയുള്ള വ്യത്യാസം. അപ്പോൾ ലിനിയർ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ബൈ ടൈം. ഇത്രേ ഉള്ളൂ. അപ്പം ഇത് മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. In a plane perpendicular to a uniform magnetic field B, it is rotating in a plane perpendicular to the magnetic field. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നൽകിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് സൈൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് സൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മളുടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇതിങ്ങനെ കട്ട് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവുമല്ലോ, അതിനിങ്ങനെ കട്ട് ചെയ്ത് പോകും. If the rod may be divided into small elements of dr, then linear speed v of an element at a distance r from O is given. അപ്പോൾ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി എന്താ ആദ്യം ചെയ്തത്? ഞാൻ ഈ റോഡിനെ ചെറിയ എലമെന്റുകളായിട്ട് കട്ട് ചെയ്തു.
ഓരോ എലമെന്റിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡി ആർ. അപ്പോൾ ഡി ആർ ലെങ്ത് ഉള്ള കുറേ എലമെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. അതിലുള്ള ഒരു എലമെന്റിനെ ഞാൻ എടുക്കുകയാണ്, ഒരു ഡി ആറിനെ എടുക്കുകയാണ്. ഏത് ഡി ആർ? ഓയിൽ നിന്നും സ്മോളർ ഡിസ്റ്റൻസ് ഉള്ള ഒരു ഡി ആറിനെ ഞാൻ എടുത്തു, ഒരു എലമെന്റിനെ എടുത്തു. അപ്പം ആ എലമെന്റിനെ മാത്രം വരയ്ക്കാം. അപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഒരു എലമെന്റ്. ആ എലമെന്റ് എന്ന് പറയുന്നത് ഓയിൽ നിന്നും ആർ ഡിസ്റ്റൻസിൽ ആണ് നിൽക്കുന്നത്. അപ്പം ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോഡിലെ ഒരു എലമെന്റ് ആണ് ഡി ആർ. അപ്പോൾ ഡി ആറും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഡി ആറിന്റെ ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആംഗുലർ വെലോസിറ്റി ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒമേഗ. അങ്ങനെയാണെങ്കിൽ ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഡി ആറിന്റെ ലീനിയർ വെലോസിറ്റി എങ്ങനെ ആക്ട് ചെയ്യുക? ലീനിയർ വെലോസിറ്റി എപ്പോഴും ഈ ഇതിന്റെ ടാൻജന്റിലൂടെയാണ് ആക്ട് ചെയ്യുക. ടാൻജന്റിലൂടെയാണ് ലീനിയർ വെലോസിറ്റി ആക്ട് ചെയ്യുക. ആ ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ആർ എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ നിന്നും ഡി ആറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി. ഓക്കെ. ഈ ഡി ആർ എന്ന് പറയുന്ന എലമെന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വളരെ ചെറിയൊരു ഇ എം എഫ്, അതിനെ ഞാൻ ഡി ഇ ആയിട്ട് എടുക്കുകയാണ്. ഡി. അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റോഡ് അല്ലെങ്കിൽ മെറ്റാലിക് വയർ മൂവ് ചെയ്താൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് വി എൽ വി. അപ്പം ഇവിടെ ഡി ആർ എന്ന് പറയുന്ന ചെറിയ എലമെന്റ് വി ലീനിയർ വെലോസിറ്റിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, വളരെ ചെറിയ ഇ എം എഫിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി വി ഇൻറ്റു ഡി ആർ. ബി വി ഇൻറ്റു ഡി ആർ. ബി എന്ന് പറയുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ്, വി എന്ന് പറയുന്ന അത് മൂവ് ചെയ്യുന്ന ലീനിയർ വെലോസിറ്റി, ഡി ആർ എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ ലെങ്ത്. ഓക്കെ. ഇനി ലീനിയർ വെലോസിറ്റി വിക്ക് നമ്മൾ നേരത്തെ എഴുതിയ ആർ ഒമേഗ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും ബി ആർ ഒമേഗ ഡി ആർ. ബി ആർ ഒമേഗ ഡി ആർ. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ചെറിയ എലമെന്റ് ആയ ഡി ആറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വളരെ ചെറിയൊരു ഇ എം എഫ് ഡി ഇയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഡി ആർ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. നമുക്ക് വേണ്ടത് ഈ ഫുൾ റോഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ ഇ എം എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വലിയ ഇ എം എഫ് ആക്കി മാറ്റുകയാണ്. അപ്പം ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ടൂൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈച്ച് എലമെന്റ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് the magnetic field B. Since the EMF dE of each element are in series, total EMF induced between the ends of the rod. അപ്പം ഓരോ എലമെന്റ് ഡി ആർ എന്ന് പറയുന്ന ഈ ചെറിയ എലമെന്റ് എല്ലാം സീരീസ് ആയിട്ടാണ് വരിക, അല്ലേ? സീരീസ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് റോഡ് ക്യാൻ ബി റിട്ടൺ ആസ് E is equal to integral 0 to L B omega R dr. എവിടം തൊട്ട് എവിടം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 to L. അതായത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് L ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 0 to L ലെങ്ത് വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? E is equal to total EMF induced in the rod E is equal to integral 0 to L B omega R dr. ഇതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റൻസ്, എന്തൊക്കെയാണ് വേരിയബിൾസ്? മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ആർ എന്ന് പറയുന്നത് ഡി ആറിലേക്കുള്ള അകലമാണ്. അടുത്ത ഡി ആർ എടുക്കുമ്പോൾ ആ ലെങ്തിന് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ആർ ഡി ആർ വേരിയബിൾസ് ആണ്. അപ്പോൾ കോൺസ്റ്റൻസ് എല്ലാം ഇന്റഗ്രൽസ് അതിന് പുറത്തോട്ട് എടുക്കാം. പിന്നുള്ളത് നമുക്ക് ഇന്റഗ്രൽ 0 to L ആർ ഡി ആർ. ഇന്റഗ്രൽ ആർ ഡി ആർ എത്രയായിരിക്കും? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും?
പറയൂ, അറിയുന്നവർ പറഞ്ഞോ. കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതല്ലേ ഇത്? Sir, X. X. X dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? Sir, X square. Correct. X square by 2 ആണ്. Yes, right. X square by 2. അപ്പോൾ ഇവിടെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ആറിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, അതുകൊണ്ട് ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രൽ സൈൻ മാറ്റി പകരം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു 0 to L എഴുതി. അടുത്ത കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പം ആദ്യം അപ്പർ ലിമിറ്റ് ആയ എൽ ഈ വേരിയബിളിന്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഒമേഗ എൽ വേരിയബിളിന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും, മൈനസ് ഇനിയും ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഒമേഗ എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബി ഒമേഗ എൽ സ്ക്വയർ ബൈ 2. അപ്പം നമുക്ക് കിട്ടി ടോട്ടൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് റോഡ്, ഇൻ ദിസ് റൊട്ടേറ്റിംഗ് റോഡ് ഈസ് ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ. half b omega L square. ഇനിയും ഇതിന്റെ ലീനിയർ ഫ്രീക്വൻസി, ഇഫ് f is the frequency of rotation, ഫ്രീക്വൻസിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ 2πf ആണ്. ഒമേഗ is equal to 2πf, നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഒമേഗയുടെ പ്ലേസിൽ 2πf എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ 2 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈ ബി എൽ സ്ക്വയർ എഫ്. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ഇതാണ്, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. E is equal to half b omega L square. നോട്ട് ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2 identical loops, one of copper and the other of aluminum, are rotated with the same angular speed in the same magnetic field. അപ്പോൾ ഇവിടെ രണ്ട് ലൂപ്സ് ആണ്, ഒന്ന് കോപ്പർ ലൂപ്പ്, മറ്റൊന്ന് അലൂമിനിയം ലൂപ്പ്. അത് സെയിം ആംഗുലർ സ്പീഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കമ്പയർ ദ ഇൻഡ്യൂസ്ഡ് EMF. രണ്ടിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ ഒന്ന് കമ്പയർ ചെയ്യണം. സെക്കൻഡ് പാർട്ട് ദ കറന്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി 2 കോയിൽസ്. രണ്ട് കോയിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയും കമ്പയർ ചെയ്യണം. ആൻസർ നോക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഈസ് സെയിം ഇൻ ബോത്ത് ദ ലൂപ്സ്. കോപ്പർ ലൂപ്പിലും അലൂമിനിയം ലൂപ്പിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF സെയിം ആണ്. ബിക്കോസ് EMFന്റെ ഇക്വേഷൻ, ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു ഇപ്പോൾ, ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഒരേപോലുള്ള ലൂപ്പാണ്, ഒരേ ആംഗുലർ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് ലൂപ്പിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF സെയിം ആണ്. ഇനി കറന്റ്, രണ്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? As the area A, length L and EMF E are same for both loops, but the resistivity of copper is less than aluminum.
കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി അലൂമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റിയേക്കാൾ കുറവാണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെസിസ്റ്റിവിറ്റി ഓരോന്നിന്റെയും വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി അലൂമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കോപ്പറിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കൂടുതൽ കറണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. Therefore, current induced is larger in copper loop than aluminum loop. Okay. അടുത്ത NCERT solved 6.7. A wheel with 10 metallic spokes. Each. Sir, Yes. can you go back to the previous slide? Okay, thank you, sir. A wheel with 10 metallic spokes, each 0.5 meter long, is rotated with a speed of 120 revolutions per minute in a plane normal to horizontal component of Earth's magnetic field HE at a place. If HE is equal to 0.4 Gauss at that place, what is the induced EMF between the axle and the rim of the wheel? Note that 1 Gauss is equal to 10 raised to minus 4 Tesla. ടെക്സ്റ്റിലെ സോൾഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ ഒരു വീൽ ഉണ്ട്. ആ വീലിൽ 10 മെറ്റാലിക് സ്പോക്സ് ഉണ്ട്. അപ്പം അല്ല വീലിലെ സ്പോക്കും റിമും ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പിക്ചർ ഇന്ന് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സൈക്കിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്കിളുണ്ട്. ആ സൈക്കിളിൻ്റെ ടയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബൈക്കിലെ ടയർ നോക്കിയാൽ അറിയാം. അതിൽ ഇതിനെയാണ് നമ്മൾ സ്പോക്സ് എന്ന് പറയുന്നത്. സ്പോക്സ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹബ്, അല്ല എങ്കിൽ അതിൻ്റെ ആക്സിൽ എന്ന് പറയുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്, വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നതാണ്. ഇത് ടയറാണെന്ന് അറിയാമല്ലോ. റിം, ഇതാണ് റിം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, എങ്കിലും ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് റിം, ഇതാണ് ആക്സിസ്, ഇതാണ് റിം, ഇതാണ് ആക്സിസ്, ഇതാണ് സ്പോക്ക്. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. എ വീൽ വിത്ത് 10 മെറ്റാലിക് സ്പോക്സ്. ഒരു വീലുണ്ട്, അതിൽ 10 മെറ്റാലിക് സ്പോക്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈച്ച് 0.5 മീറ്റർ ലോങ്. ഓരോന്നിൻ്റെയും ലെങ്ത്, ഓരോ സ്പോക്കിൻ്റെയും ലെങ്ത് എന്നിട്ടുണ്ട് 0.5 മീറ്റർ. ഈസ് റൊട്ടേറ്റഡ് വിത്ത് എ സ്പീഡ് ഓഫ് 120 revolutions per minute. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് എ സ്പീഡ് ഓഫ് 120 revolutions per minute. അപ്പോൾ ഈ 120 revolutions per minute, 120 എന്ന് പറയുന്നത് എന്താണ്? 120 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ സ്പീഡ് റൊട്ടേറ്റഡ് വിത്ത് എ സ്പീഡ് ഓഫ് 120 revolutions per minute ആണ്. അപ്പോൾ സ്പീഡ് അല്ല, പകരം ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ എ പ്ലെയിൻ നോർമൽ ടു ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യുകയാണ്. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യുകയാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ
വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിൻ്റെ ഹൊറിസോണൽ കമ്പൗണ്ട് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കാം, കാരണം അത് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന വീലിൻ്റെ സ്പോക്ക്, അതാണ് മെറ്റൽ സ്പോക്ക്. ഈ മെറ്റൽ സ്പോക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ മെറ്റൽ സ്പോക്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അത് എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ HE is equal to 0.4 Gauss at the place. What is the induced EMF between the axle and the rim of the wheel? അപ്പം ഇതിൻ്റെ ആക്സിലും റിമ്മും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. നമ്പർ ഓഫ് മെറ്റൽ സ്പോക്ക് തന്നിട്ടുണ്ട് 10. ലെങ്ത് ഓഫ് ഈച്ച് സ്പോക്ക് ദാറ്റ് ഈസ് 0.5 മീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് തെറ്റിപ്പോകരുതും, സ്പീഡല്ല, ആംഗുലർ സ്പീഡല്ല, പകരം ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഫ്രീക്വൻസി ഈസ് 120 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 120 ടൈംസ് അത് റിവോൾവ് ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ഓർ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. ഇവിടെ റെവല്യൂഷൻ ആണ്, അപ്പോൾ റെവല്യൂഷൻസ് പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 120 റെവല്യൂഷൻസ് പെർ മിനിറ്റിനെ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി പെർ സെക്കൻഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 60 എടുത്തിരിക്കുന്നത്. 120 ഡിവൈഡ് ബൈ 60. അപ്പോൾ നമുക്ക് 2 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, അതായത് 1 എന്ന് പറയുമ്പോൾ അത് 2 പ്രാവശ്യം റിവോൾവ് ചെയ്തിരിക്കും. ഒരു സെക്കൻഡിൽ 2 പ്രാവശ്യം റിവോൾവ് ചെയ്തിരിക്കും. അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഫ്രീക്വൻസിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് ഹെഡ്സ്. ഓക്കെ, അപ്പോൾ 2 ഹെഡ്സ് ആണ് അവിടുത്തെ ഫ്രീക്വൻസി. ഇനി നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എഴുതുകയാണ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. അപ്പം ഞാൻ പറഞ്ഞു, ആംഗുലർ ഫ്രീക്വൻസിയും ലിനിയർ ഫ്രീക്വൻസിയും തമ്മിൽ തെറ്റിപ്പോകരുതും. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ സ്പീഡിനെയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഇക്വേഷൻ ഈസ് 2πf. എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ 2πf എന്ന് പറയുന്നത് 4π. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. റേഡിയൻ പെർ സെക്കൻഡ്, അതായത് ആംഗിൾ ഡിവൈഡ് ബൈ ടൈം ആണ്. ആംഗിളിൻ്റെ SI യൂണിറ്റ് ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് HE ഈസ് ഈക്വൽ ടു 0.4 ഗോസസ്. അപ്പോൾ ഗോസസിനെ കൺവേർട്ട് ചെയ്യണം, ടെസ്ലയായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിലെ കൺവേർഷൻ അവർ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 1 ഗോസസ് ഈസ് ഈക്വൽ 10⁻⁴ ടെസ്ല. അതുകൊണ്ട് നമുക്ക് 0.4 × 10⁻⁴ ടെസ്ല ഉണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റയാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആക്സിലും റിമ്മും തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തേ ഉള്ളൂ. ½ Bω⁴. എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. B ഉണ്ട്, ഒമേഗ ഉണ്ട്. ഒമേഗ തന്നിട്ടില്ലായിരുന്നു, നമ്മളത് കണ്ടുപിടിച്ചായിരുന്നു. Bω⁴. എല്ലാ ഡേറ്റയും ഇപ്പോൾ അവൈലബിൾ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആൻസർ നമുക്ക് കിട്ടും 6.28 × 10⁻⁻5 വോൾട്ട്. അപ്പോൾ ഒരു സ്പോക്കിൻ്റെ റിമ്മും അതേപോലെ തന്നെ അതിൻ്റെ ആക്സിലും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന
EMF, induced EMFിൻ്റെ വാല്യൂ ആണ് എത്ര 6.28 ഇൻറ്റു 10⁻⁻5 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എത്ര സ്പോക്ക് ഉണ്ട്? ഇവിടെ 10 സ്പോക്ക് ഉണ്ട്. അപ്പം ഓരോ സ്പോക്കിലും ഇത്രയും EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ഇതൊരു സ്പോക്ക്, ഇതൊരു സ്പോക്ക്, ഇതൊരു സ്പോക്ക്, ഇതൊരു സ്പോക്ക്, അങ്ങനെ 10 സ്പോക്സ് ആണുള്ളത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് അതിൻ്റെ ആക്സിലാണ്, ആക്സിൽ. അപ്പം ആക്സിലിൽ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിമ്മിൽ, മെറ്റൽ റിമ്മാണ്, മെറ്റൽ റിമ്മിൽ അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഈ സ്പോക്സ് എല്ലാം ഒരു പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ, പാരലൽ കണക്ഷനിൽ നമുക്കറിയാം അവിടെ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കും. അപ്പം ഒരു സ്പോക്കിൽ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന EMF തന്നെയായിരിക്കും ഈ വീലിൽ ടോട്ടൽ ഡെവലപ്പ് ചെയ്യുന്ന EMF. ബിക്കോസ് ഇത് ഓരോ സ്പോക്കും പാരലൽ കണക്ഷൻ ആണ്, പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ് ടോട്ടൽ EMF എന്ന് പറയുന്നത് 6.28 ഇൻറ്റു 10⁻⁻5 വോൾട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്പർ ഓഫ് സ്പോക്ക് എന്ന് പറയുന്നത് ഇർറലവൻ്റ് ആണ്. എത്ര സ്പോക്ക് ഉണ്ടെങ്കിലും ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, 8 സ്പോക്കായാലും 10 സ്പോക്കായാലും 20 സ്പോക്കായാലും യാതൊരു വ്യത്യാസമില്ല, വോൾട്ടേജ് സെയിം ആയിരിക്കും. ബിക്കോസ് സ്പോക്സ് എല്ലാം പാരലായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത NCERT exercise 6.5. A 1 meter long metallic rod is rotated with an angular frequency of 400 radian per second about an axis normal to the rod passing through its one end. The other end of the rod is in contact with a circular metallic ring. A constant and uniform magnetic field of 0.5 Tesla parallel to the axis exists everywhere. Calculate the EMF developed between the center and the ring. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് a 1 meter long metallic rod. അപ്പം ഒരു മെറ്റാലിക് റോഡാണ്, ഇതാണ് ഒരു മെറ്റാലിക് റോഡ്. അതിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പം ലെങ്ത് 1 മീറ്റർ. ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് ആൻ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി ആണ്, ആംഗുലർ ഫ്രീക്വൻസി ആണെന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ യൂണിറ്റ് കൂടെ പരിശോധിക്കാം. 400 റേഡിയൻസ് പെർ സെക്കൻഡ്. 400 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പം ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി നൽകിയിട്ടുണ്ട് 400 റേഡിയൻസ് പെർ സെക്കൻഡ് about an axis normal to the rod passing through its one end. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആക്സിസിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരെൻഡ് ഇതാണ് ആക്സിസ്. ഇതിൽ റോഡിൻ്റെ ഒരെൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ആക്സിസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദ അതർ എൻഡ് ഓഫ് ദ റോഡ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് എ സർക്കുലർ മെറ്റാലിക് റിംഗ്. അപ്പോൾ അതർ എൻഡ് എവിടെയാണ്? ഒരു സർക്കുലർ മെറ്റാലിക് റിംഗ്. ഇതാണ് ഒരു സർക്കുലർ മെറ്റാലിക് റിംഗ്. അവിടെ കോണ്ടാക്റ്റിലാണ്, അവിടെ കോണ്ടാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. A constant and uniform magnetic field of 0.5 Tesla parallel to the axis.
അപ്പം ആക്സിസിന് പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ആക്സിസ് എങ്ങനെയാണ്, ഇതിലൂടെയാണ് ആക്സിസ്, അതായത് ഇസഡ് ഡയറക്ഷനിലാണ് ആക്സിസ്. അപ്പോൾ അതിന് പാരലാണ്. അതിന് പാരലാണെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ സ്ക്രീന് പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.5 ടെസ്ല പാരലൽ ടു ദി ആക്സിസ്, ആക്സിസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തായിരിക്കും പോവുക. കാൽക്കുലേറ്റ് ദ EMF ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദി റിംഗ്. അപ്പം റിങ്ങും സെന്ററും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. E = ½ B omega L². എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. Sir, 100 volt. Yes, good. The EMF developed between the center and the ring is 100 volts. 100 volts EMF ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് എഡ്ഡി കറന്റ് എന്താണ്, ഫോക്വേർഡ്സ് കറന്റ് ഓർ എഡ്ഡി കറന്റ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? ഒരാളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇൻഡക്ഷൻ കുക്കർ? ഓക്കെ, വീട്ടിൽ വേണ്ട, കണ്ടിട്ടുണ്ടോ ഇൻഡക്ഷൻ കുക്കർ? ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഇൻഡക്ഷൻ കുക്കറിലെ ഒക്കെ ഒരു തിയറി, അതിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഇൻഡക്ഷൻ കുക്കറിന്റെ. ഓക്കെ, എഡ്ഡി കറന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. Whenever the magnetic flux linked with a metal block changes, an induced current called eddy current which circulate inside it. എപ്പോഴാണ് എഡ്ഡി കറന്റ് ഉണ്ടാകുന്നത്? Whenever the magnetic flux linked with a metal block. അപ്പം linked with a metal block. ഓക്കെ, അപ്പം ഒരു മെറ്റൽ ബ്ലോക്ക്, ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. ഈ മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ആൻഡ് ഇൻഡ്യൂസ്ഡ് കറന്റ് കോൾഡ് എഡ്ഡി കറന്റ് വിൽ സർക്കുലേറ്റ് ഇൻസൈഡ് ഇറ്റ്. ആ മെറ്റൽ ബ്ലോക്കിന്റെ ഉള്ളിൽ ഒരു കറന്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്. The eddy current flows through the whole volume of the metal by forming different closed path. ഈ പിക്ചർ നോക്കിയാൽ അറിയാം എഡ്ഡി കറന്റ് ഫ്ലോ ചെയ്യുന്നത് പല പല ക്ലോസ്ഡ് പാത്ത് ആയിട്ടാണ് എഡ്ഡി കറന്റ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. ആ മെറ്റൽ ബ്ലോക്കിലേക്ക് നിയർ ബൈയിലേക്ക് നമ്മളൊരു മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ്. മാഗ്നറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഈ മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കറന്റ് സർക്കുലേറ്റ് ചെയ്യും. ആ സർക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്. The direction of eddy current is given by Lenz's law or Fleming's right hand rule. അപ്പം എഡ്ഡി കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് ലെൻസസ് ലോയിൽ നിന്നും അല്ല എങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി the presence of eddy current results in the wastage of energy in the form of heat. അപ്പോൾ എഡ്ഡി കറണ്ടിന്റെ ഒരു
പ്രശ്നമാണ് എന്ത്? എഡി കറന്റ് results in the wastage of energy in the form of heat. So eddy currents are undesirable in most of the electrical devices like transformer, induction coil, choke coil, etc. Transformer, induction coil, choke coil പോലുള്ള ഇലക്ട്രിക്കൽ ഡിവൈസിൽ ഈ എഡി കറന്റ് ഉണ്ടാകുന്നത് ധാരാളം എനർജി വേസ്റ്റിന് കാരണമാണ്. Eddy currents can be minimized. How can we minimize eddy current എന്നാണ് പറയുന്നത്? Eddy currents can be minimized by using laminated thin sheets of metal instead of a single metallic block. അപ്പം ഒരു മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എഡി കറന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എഡി കറന്റിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു മെറ്റൽ ബ്ലോക്ക് വേണ്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ ചെറിയ ചെറിയ ഷീറ്റ്സ് ആക്കി മാറ്റും. ആ മെറ്റൽ ബ്ലോക്കിനെ ചെറിയ ചെറിയ ഷീറ്റ് ആക്കി മാറ്റും. എന്നിട്ട് ഓരോ ഷീറ്റും നമ്മൾ ലാമിനേറ്റ് ചെയ്യും, ഇൻസുലേറ്റ് ചെയ്യും. വാർണിഷ് പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ആ മെറ്റൽ ഷീറ്റിന്റെ എല്ലാ സൈഡിലും നമ്മൾ വാർണിഷ് അടിക്കും. വാർണിഷ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഒരു മെറ്റൽ ഷീറ്റാണ്, അടുത്ത മെറ്റൽ ഷീറ്റ് ആണിത്. അപ്പം ഇത് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആകത്തില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ വരികയാണ്. വാർണിഷ് പോലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് അടിച്ച് അതിൻ്റെ തമ്മിലുള്ള മെറ്റൽസ് തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് ഒഴിവാക്കി. അപ്പോൾ ഇതൊരു ഷീറ്റായിട്ട് ആക്ട് ചെയ്യും, ഇതൊരു ഷീറ്റായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇത് ഓരോന്നും ചെറിയ ചെറിയ ഷീറ്റായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പം ഒരു മെറ്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റൽ ബ്ലോക്കിലാണ് ഈ എഡി കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ആകുന്നത് കാരണം അവിടെ എഡി കറണ്ട് ഉണ്ടാവില്ല. ദ ലാമിനേറ്റഡ് മെറ്റൽ ഷീറ്റ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ വാർണിഷ് ആൻഡ് പ്ലേസ് നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് നോർമലായിട്ട് ഇതേപോലുള്ള മെറ്റൽ ബ്ലോക്കിന് പകരം ഇതേപോലെ ഷീറ്റ്സ് ആക്കി മാറ്റി അത് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എഡി കറണ്ട് ഉണ്ടാവുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എഡി കറന്റ് എനർജി വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് 2 എക്സ്പെരിമെന്റ്സ് ആണ് പഠിക്കേണ്ടത്. എക്സ്പെരിമെന്റ് ടു ഡെമോൺസ്ട്രേറ്റ് എഡി കറന്റ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. A copper plate is allowed to swing like a simple pendulum between the pole pieces of a strong magnet as shown in the figure. അപ്പോൾ ഇവിടെ 2 പോൾ പീസുകളുണ്ട്. ഒരു സ്ട്രോങ് മാഗ്നറ്റിന് 2 പോൾ പീസ് ഉണ്ട്. ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദിസ് പോൾ പീസസ് നമ്മൾ എന്ത് ചെയ്തു? A copper plate is allowed to swing like a simple pendulum. ഒരു കോപ്പർ പ്ലേറ്റിനെ നമ്മൾ സിമ്പിൾ പെൻഡുലം പോലെ സ്വിംഗ് ചെയ്യാൻ അനുവദിച്ചു. When the plate oscillates, the magnetic flux associated with the plate keeps on changing and it induces an eddy current in the plate. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ കോപ്പർ പ്ലേറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോപ്പർ പ്ലേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയും ഇതിലൊരു EMF അല്ലെങ്കിൽ എഡി കറന്റ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ എഡി കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കും? The direction of eddy currents are opposite to the swings. സ്വിംഗ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എഡി കറന്റ് ഉണ്ടാകുന്നത് ലെൻസസ് ലോ അനുസരിച്ച്. അപ്പോൾ ലെൻസസ് ലോ പറയുന്നത് എപ്പോഴും ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയായിരിക്കും, EMF ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ശ്രമിക്കുക എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡി കറന്റ് എന്തിനു വേണ്ടി ശ്രമിക്കുക? ഈ സ്വിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? Thus the motion is damped and the plate comes to rest quickly. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ മോഷൻ സ്റ്റോപ്പ് ആവും, ഡാമ്പിങ് ഉണ്ടാവും. അങ്ങനെ അത് അതിന്റെ സിമ്പിൾ പെൻഡുലം പോലെ ഓസിലേറ്റ് ചെയ്യുന്ന മോഷൻ പെട്ടെന്ന് റെസ്റ്റിലേക്ക് മാറും. ദിസ് ഈസ് എക്സ്പെരിമെന്റ് 1. ഇനി എക്സ്പെരിമെന്റ് 2 നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ മാഗ്നറ്റ് എല്ലാം അതേപോലെ തന്നെയാണ്, പക്ഷേ നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് റെക്ടാംഗിൾ സ്ലോട്ട്സ് ഉണ്ടാക്കി. കോപ്പർ പ്ലേറ്റിൽ ഇതേപോലെ ചെറിയ സ്ലോട്ടുകൾ ഉണ്ടാക്കി, ഒരു പ്ലേറ്റ് എന്നുള്ളത് മാറ്റി. ഇനി these slots will reduce the area of the plate.
ഈ കോപ്പർ പ്ലേറ്റ് നമ്മൾ എന്തെടുത്തു, allow this copper plate to oscillate in between the magnets. നേരത്തെ ചെയ്ത പോലെ തന്നെ മാഗ്നറ്റിന്റെ പോൾ പീസുകൾക്കിടയിലായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. Due to this decrease in area, the eddy current is also decreased, hence the plate swings more freely. അപ്പം ഏരിയ ഇവിടെ കുറവാണ്, ഏരിയ കുറവായത് കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ടും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെസ്റ്റിലേക്ക് എത്തത്തില്ല, പക്ഷെ അത് ഫ്രീ ആയിട്ട് കുറേ നേരം ഓസിലേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിലെ ഈ പ്ലേറ്റിനെ, ഒരു മെറ്റൽ പ്ലേറ്റിനെ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഏരിയ കുറച്ചുകൊണ്ട് സ്വിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, dead beat galvanometer. In a moving coil galvanometer, when the coil oscillates in a magnetic field, eddy currents are set up in the core according to Lenz's law. ഇപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് കോയിലുണ്ട്. ആ കോയിലൂടെ കറണ്ട് ഒഴുകുമ്പോഴാണ് അവിടെ ടോർക്ക് ആക്ട് ചെയ്യുകയും ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്, ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വെൻ ദ കോയിൽ ഓസിലേറ്റ്സ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എഡ്ഡി കറണ്ട്സ് ആർ സെറ്റ് അപ്പ് ഇൻ ദി കോർ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. അപ്പോൾ ആ കോയിലിന്റെ ഉള്ളിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ വെക്കും എന്ന് പറഞ്ഞു, അതാണ് കോർ. ആ കോറിൽ എന്ത് സംഭവിക്കും, ഒരു എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. അപ്പം മെറ്റൽ ബ്ലോക്കിന്റെ ഉള്ളിൽ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാകും. കാരണം ഇത് ഈ കോയിൽ ഓസിലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, കോയിൽ ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിന്റെ പോൾ പീസുകൾക്കിടയിലാണ്. അപ്പോൾ അവിടെ ഒരു എഡ്ഡി കറണ്ട് അതിന്റെ കോറിൽ ഉണ്ടാവും. ആ റെക്ടാങ്കുലർ കോയിലിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന, ഇതാണ് റെക്ടാങ്കുലർ കോയിൽ. പിക്ചറിൽ നിങ്ങൾക്ക് അറിയാം, പിക്ചറിൽ ഇതാണ് റെക്ടാങ്കുലർ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഒരു സോഫ്റ്റ് അയണിന്റെ കോർ നമ്മൾ വെച്ചിരിക്കുന്നത്, സോഫ്റ്റ് അയൺ പീസ് വെച്ചേക്കുന്നത്. ഇതൊരു മെറ്റൽ ബ്ലോക്ക് ആണ്. ഈ മെറ്റൽ ബ്ലോക്ക് ആയത് കാരണം അത് മാഗ്നറ്റിന്റെ പോൾ പീസുകൾക്കിടയിൽ മൂവ് ചെയ്യുമ്പോൾ അതിലൊരു എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും ലെൻസസ് ലോ അനുസരിച്ച്. These eddy currents opposes the oscillation and the damping is produced very quickly. ഇത് എന്തിനു സഹായിക്കും, ഈ എഡ്ഡി കറണ്ട് ഓസിലേഷനെ ഒപ്പോസ് ചെയ്യും, അല്ലേ, ഓസിലേഷനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാമ്പിംഗ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ദിസ് ഹെൽപ്പ് ഫോർ ക്വിക്ക് മെഷർമെന്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ നീഡിൽ എന്ത് സംഭവിക്കും, നീഡിൽ ഇങ്ങനെ നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി കറണ്ടിനെ കടത്തി വിടുമ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. നീഡിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഓസിലേഷനിൽ നിന്ന് നമുക്ക് റീഡിംഗ് എടുക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് എഡ്ഡി കറണ്ട് ഇവിടെ ഒരു യൂസ്ഫുൾ ആയി മാറുകയാണ്. എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഡാമ്പിംഗ് മൂലം അതിന്റെ ഓസിലേഷൻസ് പെട്ടെന്ന് നിൽക്കുകയും നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിംഗ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോപ്പിംഗ് ഓർ ഡാമ്പിംഗ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. സച്ച് എ ഗാൽവനോമീറ്റർ ഈസ് കോൾഡ് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. ഇത്തരം ഗാൽവനോമീറ്ററിനാണ് നമ്മൾ ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി പറഞ്ഞത്? അടുത്തത് magnetic braking in trains. An electromagnet is attached to the axis of the electric train. Electromagnet is attached to the axis of electric train. The axis il nammal electromagnet attach ചെയ്തിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റ് ആകത്തുള്ളൂ. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് പവർ മാറും. അതാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ്സും ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാർ മാഗ്നറ്റ്സ് ഒക്കെ പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. വലിയ ക്രെയിനുകളിലൊക്കെ ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മാഗ്നറ്റ് ആകത്തുള്ളൂ. കറണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് നോർമൽ അയൺ ആയിട്ട് മാറും. അപ്പം ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ് ട്രെയിനിന്റെ ആക്സിസിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. When the electromagnets are activated means when current flows through the electromagnets, the eddy current induces in the rail which opposes the motion of the train. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിലേക്ക് ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടുന്നു. അപ്പോൾ അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് എല്ലാം മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ ട്രാക്കിൽ കൂടെയാണല്ലോ ട്രെയിൻ ഓടുന്നത്. ട്രാക്ക് ഒരു മെറ്റലാണ്.
അയൺ ആണ്. അപ്പം ഈ അയണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് പെട്ടെന്ന് ചേഞ്ച് വരും. പെട്ടെന്ന് ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ മാഗ്നറ്റിൽ ഒരു എഡ്ഡി കറണ്ട് ആ റെയിലിൽ ഒരു എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കും. സർക്കുലേറ്റഡ് കറണ്ട്, എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കും. ഈ എഡ്ഡി കറണ്ട് എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുക? ലെൻസസ് ലോ അനുസരിച്ച് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുക. അതായത് ഈ ട്രെയിനിന്റെ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ എഡ്ഡി കറണ്ട് ശ്രമിക്കുക. Hence the train slows down and ultimately comes to halt. As there are no mechanical linkage, the braking effect is smooth. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ മൂവ്മെന്റ് ഒന്നുമില്ല, ബ്രേക്കിംഗ് മൂവ്മെന്റ്സ് ഒന്നുമില്ല. അത് കാരണം തന്നെ ഇവിടെ ബ്രേക്കിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. എന്നൂടെ പറയാം. An electromagnet is attached to the axis of the electric train. When the electromagnets are activated, eddy currents induced in the rail which opposes the motion of the train. Hence the train slows down and ultimately comes to halt. As there are no mechanical linkage, the braking effect is smooth. By electric trains ilana nammal ee മാഗ്നറ്റിക് ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നത്. അടുത്ത എഡ്ഡി കറണ്ടിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് ക്യാൻ ബി used to melt metals. It is used to melt metal. വലിയ മെറ്റൽ ബ്ലോക്കുകളെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡക്ഷൻ ഫർണസ് ഉപയോഗിക്കുക. ഫർണസ് സാധാരണ ഫർണസ് അല്ല, പകരം ഇൻഡക്ഷൻ ഫർണസ് ആണ്. ഓക്കെ. The metal to be heated is placed in a rapidly varying magnetic field produced by a high frequency alternating current. The eddy current are set up in the metal produce so much heat to melt the metal. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏത് മെറ്റൽ ബ്ലോക്കിനെയാണ് നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഇൻഡക്ഷൻ ഫർണസിൻ്റെ ഉള്ളിൽ വെക്കും. ഇൻഡക്ഷൻ ഫർണസിൽ എന്താണ് ചെയ്യുന്നത്? വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്ത് റാപ്പിഡ്ലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഹൈലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം മെൽറ്റ് ചെയ്യേണ്ട ബ്ലോക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനും വളരെ വേഗം ചേഞ്ച് ഉണ്ടാവുകയും മാഗ്നറ്റിക് ഫ്ലക്സ് ആ മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എഡ്ഡി കറണ്ട് ഉണ്ടാകുകയും ചെയ്യും. ഈ എഡ്ഡി കറണ്ട് അതിനെ മെൽറ്റ് ചെയ്യിക്കും. എഡ്ഡി കറണ്ട് ഹീറ്റായിട്ടാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ എഡ്ഡി കറണ്ട് കാരണം അതിൻ്റെ അകത്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും ആ മെറ്റൽ മെൽറ്റ് ആകുകയും ചെയ്യും. ഇതാണ് ഇൻഡക്ഷൻ ഫർണസിന്റെ വർക്കിംഗ്. അടുത്തത് അനലോഗ് എനർജി മീറ്റർ. എനർജി മീറ്ററിന്റെ കേസ് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓർക്കുന്നുണ്ടോ? എനർജി മീറ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇലക്ട്രിക്കൽ എനർജി, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. KSEBക്കാർ എല്ലാ മാസവും വന്ന് എനർജി റീഡിംഗ് എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴുള്ള എല്ലാം നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്നത് ഡിജിറ്റൽ മീറ്റർ ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയത് വീണ്ടും വരുന്നു, റിമോട്ടായിട്ട് അവർക്ക് മെഷർമെന്റ് എടുക്കാൻ കഴിയുന്ന മീറ്റർ ഇപ്പോൾ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ മാസവും അവർ വരണമെന്നില്ല, വീട്ടിൽ നിന്ന് തന്നെ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ അവർക്ക് റീഡിംഗ് എടുക്കാം. കൂടാതെ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടായിരിക്കും, പ്രീപെയ്ഡ് നമ്മൾ മുൻകൂട്ടി ഒരു മാസത്തേക്ക് പൈസ അടയ്ക്കുന്നു. ആ പൈസ തീരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കറണ്ട് കട്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാനൊക്കെ. ഇവിടെ വന്ന് ഫ്യൂസ് ഒന്നും ഊരിക്കൊണ്ട് പോകണ്ട. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ആകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പഴയ കാലത്തെ മീറ്ററാണ്, ഇപ്പോൾ ഉള്ള മീറ്ററല്ല. ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മീറ്ററാണ് അനലോഗ് മീറ്റർ.
നിങ്ങളുടെയൊക്കെ പഴയ തറവാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇതുപോലത്തെ മീറ്റർ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് അനലോഗ് എനർജി മീറ്റർ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. The concept of eddy current is used in energy meters to record the consumption of electricity. The aluminum disc in the electric energy meter rotates due to the eddy current. This rotation can be used to measure electrical energy consumption. അപ്പോൾ അനലോഗ് എനർജി മീറ്ററിൽ നമ്മൾ എഡ്ഡി കറണ്ടിനെ യൂസ് ചെയ്താണ് ഇവിടെ റീഡിംഗ് നമ്മൾ എടുക്കുന്നത്, റീഡിംഗ് മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കി, ഇവിടെ ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഇതാണ് അലൂമിനിയം ഡിസ്ക്. പിക്ചറിൽ അത്ര ക്ലിയർ അല്ല. ഇതാണ് അലൂമിനിയം ഡിസ്ക്. ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നല്ല പവറുള്ള, നമ്മൾ AC അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ പോലുള്ള കറണ്ട് കൂടുതൽ എടുക്കുന്നതാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ കറങ്ങും. എന്നാൽ ചെറിയൊരു LED ബൾബ് ആണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും കറങ്ങുക. അപ്പം ഇതാണ് അലൂമിനിയം ഡിസ്ക്. ഈ അലൂമിനിയം ഡിസ്ക് കറങ്ങും. നമ്മൾ ഈ കൺസംഷൻ അനുസരിച്ച് ഇത് കറങ്ങും. എങ്ങനെയാണ് കറങ്ങുന്നത്? The aluminum disc in the electrical energy meter rotates due to the eddy current. അപ്പോൾ എഡ്ഡി കറണ്ട് മൂലം ഇതിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയും മാഗ്നറ്റിക് ഫീൽഡ് മൂലം നമ്മൾ കൺസംഷൻ അനുസരിച്ച് ഒരു എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഡ്ഡി കറണ്ട് ബേസിലാണ് ഈ അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കണ്ടോ, ഇവിടുത്തെ റീഡിംഗ് ഒരു മാനുവൽ മീറ്റർ ആണ്. റീഡിംഗ് 1 2 3 എന്ന് പറഞ്ഞു മാറും. അതനുസരിച്ച് അതിൻ്റെ പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റീഡിംഗ് നോക്കിയാണ് അവർക്ക് എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് അനലോഗ് എനർജി മീറ്റർ. അടുത്തതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഡക്ഷൻ കുക്കർ. നമ്മുടെ വീട്ടിലുള്ള ഇൻഡക്ഷൻ കുക്കർ രണ്ടുപേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ളവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ പിക്ചർ. ഓക്കെ, ഇൻഡക്ഷൻ കുക്കറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എഡ്ഡി കറന്റ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ കോപ്പർ പോട്ട് are used for cooking food. This process of cooking are known as induction cooking. അപ്പം ഈ കുക്കറിൽ, ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്താണ് നമ്മൾ ഫുഡിനെ കുക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ചുമ്മാ ഒരു നല്ല രസകരമായ ടോപ്പിക് ആയതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു സെന്റൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇൻഡക്ഷൻ കുക്കറിൽ ഒരു കോയിലുണ്ട്. കണ്ടോ, ഇതൊരു കോയിലാണ്. ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റ്. പിന്നെ നമ്മളുടെ ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാ പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ വെക്കത്തുള്ളൂ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ ബേസ് ഫ്ലാറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു മെറ്റൽ, ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റൽ അതിൻ്റെ താഴെ ഫിക്സ് ചെയ്തിരിക്കും. ഒരു പ്രത്യേക രീതിയാണ് അതിൻ്റെ ബേസ് കണ്ടാൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയപ്പോൾ ഉണ്ട്, ഇൻഡക്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഇതേപോലുള്ള തവ ഏതെങ്കിലും എടുത്തൊന്ന് അതിൻ്റെ ബോട്ടം വശം ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ പവർ കൊടുക്കുമ്പോൾ ഈ കോയിലൂടെ കറണ്ട് ഒഴുകുകയും ഇവിടെ ഒരു ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ AC ആണ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു സെറാമിക് ടോപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഈ പാത്രം വെക്കുന്നത്. ഈ പാത്രത്തിന്റെ അടിയിൽ ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പാത്രത്തിന്റെ താഴെയുള്ള മെറ്റൽ ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു സർക്കുലേറ്റിംഗ് കറണ്ടായ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ പാത്രത്തിന്റെ അടിയിൽ ഒരു എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ പാത്രം ചൂടാവും. ഓക്കെ, അങ്ങനെ ആ പാത്രം ചൂടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫുഡിലോട്ട് ആ കണ്ടക്ഷൻ മൂലം ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫുഡ് ചൂടാക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഈ പാത്രമൊക്കെ മാറ്റിയിട്ട് ഈ സിറാമിക് ടോപ്പിൽ നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ ചൂടേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഈ പാത്രം ഇരുന്നുകൊണ്ടുള്ള ചൂട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ.
അല്ലാതെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് കൈ കൊള്ളും. പക്ഷേ അങ്ങനെയുള്ള ഒരു ഹീറ്റ് എനർജി ഇതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യത്തില്ല. കാരണം ഇത് എഡ്ഡി കറണ്ട് മൂലം, ഈ പാത്രത്തിൻ്റെ താഴെയുള്ള മെറ്റൽ ബ്ലോക്കിൽ ഉണ്ടാകുന്ന എഡ്ഡി കറണ്ട് മൂലമാണ് ഇവിടെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയാം. The motion of a copper plate is damped when it is allowed to oscillate between the two cold pieces of a magnet. What is the cause of this damping? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. As the copper plate oscillates in the magnetic field, there is a continuous change of magnetic flux linked with the copper plate. Due to this, eddy current are set up in the copper plate, which tries to oppose the motion of the plate and finally brings to rest. അപ്പോൾ ആ കോപ്പർ പ്ലേറ്റ് മാഗ്നറ്റിക് പോൾ പീസുകൾക്കിടയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാകുകയും എഡ്ഡി കറണ്ട് മൂലം പെട്ടെന്ന് ഡാമ്പിങ്ങിലേക്ക് മാറുകയും ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ ലൈറ്റ് മെറ്റൽ ഡിസ്ക് ഓൺ ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ത്രോൺ അപ്പ് ആസ് ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ മുകളിൽ നമ്മളൊരു മെറ്റൽ ഡിസ്ക് വെക്കുകയാണ്. മെറ്റൽ ഡിസ്ക് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഡിസ്ക് തെറിച്ചു പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. When the current begins to grow through the electromagnet, the magnetic flux through the disk begins to increase. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഡിസ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി. ദിസ് സെറ്റപ്പ് ആൻഡ് എഡ്ഡി കറണ്ട് ഇൻ ദ ഡിസ്ക് in the same direction of the electromagnetic current. അപ്പോൾ ഇവിടെ ഒരു എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. എഡ്ഡി കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് കറണ്ട് അതേ ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സോ ദ അപ്പർ സർഫസ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റ് ആൻഡ് ദ ലോവർ സർഫസ് ഓഫ് ദ ഡിസ്ക് അക്വേഴ്സ് ദ സെയിം പൊളാരിറ്റി. അപ്പോൾ സെയിം പൊളാരിറ്റി ആയിരിക്കും ഇലക്ട്രോമാഗ്നറ്റിന്റെ അപ്പർ സർഫസിലും അതേപോലെ ഡിസ്കിന്റെ ബോട്ടം സർഫസിലും ഉണ്ടാകുക. അതായത് നോർത്ത് പോൾ ആണെങ്കിൽ രണ്ടിടത്തും നോർത്ത് പോൾ, അല്ലെങ്കിൽ സൗത്ത് പോൾ ആണെങ്കിൽ രണ്ടിടത്തും സൗത്ത് പോൾ. അതുകൊണ്ട് സെയിം പൊളാരിറ്റി ആണ് വരുന്നതെങ്കിൽ നോർത്ത് പോൾ ആകുമ്പോൾ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഡിസ്ക് പെട്ടെന്ന് തെറിച്ച് പോകുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ. ഇനിയും സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ.